ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 മൂന്നാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എപ്പിസോഡിൻ്റെയും ലൈവിൻ്റേതുമായ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 മൂന്നാം ദിവസമായ ഇന്ന് സംഭവ ബഹുലമായിരുന്നു. പക്ഷേ കാര്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. രതീഷിൻ്റെ ഷോ ഓഫായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ. ഇന്നലെ ജാൻമണി കെട്ടിപ്പിടിച്ചപ്പോഴും ഇഷ്യൂ ഉണ്ടാക്കിയ രതീഷ് സുരേഷ് മേനോനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വച്ചു എന്നുള്ളതാണ് രാവിലെ തന്നെ ഉണ്ടായ വിഷയം. അക്കാര്യം പറയാൻ ചെന്ന സുരേഷ് മേനോനോട് തട്ടിക്കയറിയ രതീഷ് വളരെ ഷൗട്ട് ചെയ്യുകയും അതിനെ ഒരു കണ്ടൻ്റാക്കി മാറ്റി ഇന്ന് മുഴുവൻ കൊണ്ട് നടക്കാൻ രതീഷ് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് രതീഷിന് വന്ന ഒരു ഫാൾട്ട്. അതേസമയം സുരേഷ് മേനോൻ വന്ന് പറഞ്ഞപ്പോൾ അത് മര്യാദയ്ക്ക് കേൾക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്ത് അതിന് എന്താണ് സംഭവിച്ചതെന്ന് രതീഷ് അത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മാത്രമായിരുന്നു എങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിനെ എടുത്ത് ആക്ടിങ് നടത്തി ചളമാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. രതീഷ് വന്ന അന്ന് മുതൽ ഇത്രയും ദിവസവും ഇത് തന്നെയാണ് ചെയ്തത്, ഓവർ ആക്ടിങ്. ഇങ്ങനെ ഇത്രയും എനർജിയും ഇത്രയും ആവേശവും ഈ ആദ്യ ദിവസങ്ങളിൽ കാണിച്ചാൽ ഇതെത്ര ദിവസം നിലനിർത്താൻ പറ്റും? ഇത് ആക്ടിങ് നടത്തി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇത് വളരെ നാൾ മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം എങ്ങനെയായാലും ഈ ആക്ടിങ് 4-5 ദിവസം കഴിയുമ്പോൾ അങ്ങ് നിന്ന് പോകും. അത് കഴിയുമ്പോൾ നമ്മളായി തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ രതീഷിൻ്റെ ഈ ഓവർ ആക്ടിങ്ങും അലർച്ചയും കാരണം രതീഷിൻ്റെ ശബ്ദവും പോയി, രതീഷിൻ്റെ ഗെയിമും പോയി, എല്ലാം പോയി എന്ന് വേണം പറയാൻ. ഇന്ന് രതീഷ് ഉണ്ടാക്കിയ ഈ ഒരു ബഹളവും കൂടെ ആയപ്പോഴത്തേക്ക് രതീഷ് കാറ്റുപോയ ബലൂൺ പോലെ ആയി. അക്ഷരാർത്ഥത്തിൽ കാറ്റുപോയ ബലൂൺ തന്നെയായിരുന്നു രതീഷ് ഇന്ന് എന്ന് മനസ്സിലാക്കാം. ഈ സംഭവം സുരേഷ് മേനോൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഓവർ ആക്ടിങ് കാണിച്ചപ്പോഴത്തേക്ക് സുരേഷ് മേനോന് ദേഷ്യം വരികയും സുരേഷ് മേനോനും രതീഷിനോട് തട്ടിക്കയറുകയും ചെയ്തു. ഷട്ടപ്പ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നേരം രതീഷ് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഞാൻ കിറ്റ് ചെയ്യുന്നു എന്ന് ചാടി അഴിച്ച് പറയുകയും ബാഗെല്ലാം കൂടെ വാരിയെടുത്ത് തൻ്റെ തുണികളെല്ലാം വാരിക്കെട്ടി പുറത്തു പോയി ആ ഗേറ്റിൻ്റെ നടയിൽ, അതായത് പുറത്തേക്കുള്ള വാതിലിൻ്റെ അടുത്ത് രതീഷ് മണിക്കൂറുകളോളം ആ മുന്നിൽ പെട്ടികളുമായി നിന്ന രതീഷിനെ വീട്ടുകാരും ബിഗ് ബോസും സത്യം പറഞ്ഞാൽ അവഗണിക്കുന്ന കാഴ്ച വളരെ ദയനീയമായിരുന്നു. വീട്ടുകാരും മൈൻഡ് ചെയ്തില്ല, ബിഗ് ബോസും മൈൻഡ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്ന രതീഷിനെ ക്യാപ്റ്റനും വേറെ 1-2 പേരൊക്കെ പോയി ഗബ്രി, അപ്സരയൊക്കെ പോയി വിളിച്ചടയ്ക്കും. എന്നിട്ടും വരാതെ അവിടെ ബലം പിടിച്ച് നിന്ന രതീഷിനെ ബിഗ് ബോസ് എന്ത് രതീഷെ അവിടെ നിൽക്കുന്നു എന്ന് പോലും ചോദിച്ചില്ല. അല്ലെങ്കിൽ കൺഫഷൻ റൂമിൽ വാ എന്നും പറഞ്ഞില്ല. സാധാരണ ബിഗ് ബോസ് ആര് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നതാണ്. ഇന്ന് ബിഗ് ബോസ് പോലും വിളിച്ചില്ല. കാരണം ബിഗ് ബോസിനും മനസ്സിലായി കാണും ഇത് വെറും പോര് കാണിക്കുന്നതാണ് എന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കും രതീഷിനെ വിളിക്കാതെ. എന്തായാലും ഗതികെട്ട രതീഷ് ഒടുവിൽ അകത്ത് പെട്ടികളുമായി കയറുകയും എന്നെ ബിഗ് ബോസിന് വേണം, അതുകൊണ്ട് കതവ് തുറന്നില്ല എന്നും പറഞ്ഞ് അതിനും കുറേ ഷോ ഓഫ് കാണിച്ചിട്ടാണ് കയറിപ്പോയത്. നിങ്ങളെ ആരെയും വേണ്ട, പോയാൽ ഇറക്കി വിടും, എന്നെ ബിഗ് ബോസ് ഇറക്കി വിടാത്തതാണെന്നൊക്കെ കുറേ പോരൊക്കെ കാണിച്ച് രതീഷ് വന്ന് ദയനീയമായിട്ടിരിക്കുന്ന കാഴ്ച സത്യത്തിൽ വിഷമകരമായിരുന്നു. മര്യാദയ്ക്ക് കളിച്ചിരുന്നു എങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റായി മാറേണ്ടതായിരുന്നു രതീഷ്. പക്ഷേ രതീഷ് തന്നെയാണ് രതീഷിൻ്റെ ഗെയിം കളഞ്ഞത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ബിഗ് ബോസിനെയും വെല്ലുവിളിച്ച്, നാട്ടുകാരെയും വെല്ലുവിളിച്ച്, പ്രേക്ഷകരെയും വെല്ലുവിളിച്ച്, വീട്ടുകാരെയും വെല്ലുവിളിച്ച് ഞാൻ ഈ വീടിന് വേണം എന്ന് സ്വയം പ്രഖ്യാപിച്ച് വീടിനുള്ളിലേക്ക് തിരികെ കയറി. ആവശ്യമില്ലാത്ത ഇങ്ങനൊരു രംഗം സൃഷ്ടിച്ച് ഹീറോ ആകാൻ നോക്കിയ രതീഷ് വെറും സീറോ ആയി മാറുന്ന കാഴ്ച ദയനീയമെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് രതീഷ് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഗെയിം ഒന്ന് മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ രതീഷിന് തന്നെയാവും അത് വിനയായി വരിക. ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകൾ സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ബിഗ് ബോസിൽ കണ്ടൻറ്റുകൾ ലഭിച്ചോളും, അത് ചെയ്യാൻ അവസരവും കിട്ടും. ബിഗ് ബോസ് ഇവരിങ്ങനെ വെറുതെ ക്രിയേറ്റ് ചെയ്ത് കണ്ടൻറ് ഉണ്ടാക്കുന്നത് കൊണ്ടാണോ ബിഗ് ബോസ് ഒരു കണ്ടൻറ്റും കൊടുക്കാതെ ഇരിക്കുന്നത്? അതോ ബിഗ് ബോസ് അവർ കണ്ടൻറ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നതാണോ? ബിഗ് ബോസിന് കണ്ടസ്റ്റൻറ്റ് അവസരം കൊടുക്കാത്തതാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം. എന്തായാലും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും വലിയ ഗെയിമുകളും കാര്യങ്ങളും ഒന്നും നൽകുന്നില്ല.
ഇവർ തന്നെ ചുമ്മാ ഇങ്ങനെ, അതും രതീഷ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ട് നടന്ന് മറ്റുള്ളവരെ അവിടെ ഇറിറ്റേറ്റ് ചെയ്ത്, സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ് രതീഷ്. ഇങ്ങനെ ഒരു വൺ മാൻ ഷോ കണ്ടും കൊണ്ട് എത്ര നാൾ പ്രേക്ഷകർ സഹിക്കും എന്നുള്ള കാര്യം ബിഗ് ബോസും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ബിഗ് ബോസ് മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. ടാഗ് ലൈനിൽ മാത്രം മാറ്റി പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, മാറ്റി പിടിക്കുക തന്നെ വേണം. അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ജിൻഡോയും യമുന റാണിയും തമ്മിലുള്ളതാണ്. ജിൻഡോ ബോഡി ഷോ നടത്തി ചായ ഇടാൻ യമുന റാണി ഇന്നലെ പറഞ്ഞു. യമുന റാണി പവർ ഗ്രൂപ്പിലുള്ളതായതുകൊണ്ട് യമുന റാണിക്ക് ഇങ്ങനെ മറ്റുള്ളവരെ കണ്ട് ജോലി ചെയ്യിക്കാനുള്ള ഒരു പവർ ബിഗ് ബോസ് കൊടുത്തു എന്നും ആ പവർ ഉപയോഗിച്ച് ജിൻഡോയോട് ചായ ഇട്ട് ബോഡി ഷോയും കാണിച്ച് ചായ ഇടാൻ പറഞ്ഞു. അത് ജിൻഡോയ്ക്ക് എന്തോ ജിൻഡോയെ കൊച്ചാക്കിയതുപോലെ തോന്നുകയും, ബോഡി ഷോ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഊരിയിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ യമുന റാണിയുമായി എന്നാൽ ബാത്റൂമിൽ എൻ്റെ ബോഡി ഷോ കാണുന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ വാന്നൊക്കെ പറഞ്ഞു. അത് ആയിരുന്നു ഇന്നത്തെ പ്രശ്നം മൊത്തം. ഇന്നത്തെ പ്രശ്നം അതുമായിരുന്നു. ജിൻഡോയുടെ ആ പ്രസ്താവന തികച്ചും മോശം തന്നെയായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചും കണ്ടും പറയണം. അല്ലാതെ നമ്മൾ വെറുതെ അവിടെ കണ്ടൻറ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു സ്പേസ് കിട്ടാനും വേണ്ടി ഇങ്ങനെ ആലോചിക്കാതെ എടുത്തു ചാടുമ്പോൾ നമുക്ക് തന്നെ അത് വിനയായി മാറും. സ്പേസ് ഇല്ലെങ്കിൽ സ്പേസ് ഇല്ലെന്നേ ഉള്ളൂ. സ്പേസ് ഉണ്ടാക്കി ഈ വേണ്ടാത്ത വയ്യാവേലി വലിച്ച് തലയിൽ വയ്ക്കുന്നതിനേക്കാളും സ്പേസ് ഇല്ലാതെ ഒരാഴ്ച നിൽക്കുന്നതാണ് നല്ലത്. എന്തായാലും എല്ലാവരെയും കൂടെ ആരും പുറത്താക്കില്ലല്ലോ, ഒരാളല്ലേ പുറത്താവുള്ളൂ. തീരെ ഒന്നും ചെയ്യാത്തവരെ പുറത്താകൂ. അപ്പോൾ ജിൻഡോ ഈ നോമിനേഷനിൽ വന്നപ്പോൾ മുതൽ ജിൻഡോയ്ക്കൊരു വെപ്രാളമാണ്. ജിൻഡോയെ പുറത്താക്കിയാലോ എന്ന് വിചാരിച്ച് വെറുതെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജിൻഡോയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജിൻഡോയുടെ ആ ഒരു പ്രസ്താവന വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒടുവിൽ ഓടി നടന്ന് മാപ്പ് പറയുന്ന കാഴ്ചയും കാണാൻ സാധിക്കുമായിരുന്നു. ജിൻഡോയുടെ നാവുപിഴ ജിൻഡോയ്ക്ക് തന്നെ വിനയായി. അടുത്ത കണ്ടൻ്റ് എന്ന് പറയുന്നത് നോറയുടെ കരച്ചിൽ. നോറയുടെ കരച്ചിൽ തന്നെ ഇന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങിയ നോറയുടെ കരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ് സത്യം. എന്തിനാണ് നോറ ഇങ്ങനെ കരയുന്നത് എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാകുന്നില്ല. നോറയുടെ കണ്ടൻ്റ് ആവാം, ഒരുപക്ഷെ നോറയുടെ കണ്ടൻ്റ് ഇതായിരിക്കാം. ആരെന്ത് പറഞ്ഞാലും കരയുകയാണ് നോറ. റോക്കി, സിജോ ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അവർ ഇങ്ങനെ ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അവരൊരുവിധം മര്യാദയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. അവരവരുടെ ഗെയിം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ലത്. നോറ ഇങ്ങനെ കരഞ്ഞ് കണ്ടൻറ് ഉണ്ടാക്കാൻ നിന്ന ആരാണ് നോറയുടെ കാര്യം എന്താവും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കരച്ചിലൊന്ന് കുറച്ച് മര്യാദയ്ക്ക് ഗെയിം കളിച്ചാൽ അവിടെ കുറച്ച് നാൾ നിൽക്കാം എന്ന് മാത്രമേ നോറയോട് പറയാനുള്ളൂ. എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഗാനത്തോടെയാണ് ഇന്ന് ആരംഭിച്ചത്. എന്ത് കൺഫ്യൂഷനാണോ തീർക്കേണ്ടത്? ഇപ്പോൾ പ്രേക്ഷകരും ആകെ കൺഫ്യൂഷനിലാണ്. അവിടെ നടക്കുന്നത് എന്താണ്? ബിഗ് ബോസ് ഷോയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് പ്രേക്ഷകരും. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സോങ് ഇട്ടതെന്നറിയില്ല. എന്തായാലും അത് കഴിഞ്ഞാണ് ഈ സുരേഷ് മേനോൻ്റെയും കെട്ടിപ്പിടിക്കലിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. നോർമലായി സംസാരിക്കാനാണ് സുരേഷ് മേനോൻ യഥാർത്ഥത്തിൽ രതീഷിൻ്റെ അടുത്ത് പോയത്. പക്ഷേ രതീഷാണ് അത് ഓവർ ആക്ടിങ് ചെയ്ത് കുളമാക്കി മാറ്റിയത്. പിന്നെ ഉള്ളത് ഗബ്രിയാണ്. ഗബ്രിയും വെറുതെ ഗബ്രിക്ക് കിട്ടിയ പവർ ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് അത് ഗബ്രിയുടെ പവർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ആഹാരം വെട്ടിക്കുറച്ചിട്ടാണ്. ആഹാരം വെട്ടിക്കുറച്ച് പവർ ഉപയോഗിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ ആഹാരത്തിൽ കൈവയ്ക്കുന്നത് ശരിയല്ല ഗബ്രി. അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജി മാറ്റി പിടിച്ചിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്നാണ് ഗബ്രിയോട് പറയാനുള്ളത്. ജാസ്മിനും ആവശ്യത്തിൽ കൂടുതൽ ശബ്ദം ഉയർത്തി ആവശ്യമില്ലാത്തടത്തൊക്കെ തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ജാസ്മിനും ഇന്ന് കരയേണ്ടി വന്നു എന്ന് തന്നെ പറയാം. ആവശ്യമുള്ള ഇടപെടലുകൾ നടത്തി നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിനും. പക്ഷേ ജാസ്മിനും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബഹളം തന്നെ. സത്യം പറഞ്ഞാൽ അവിടുത്തെ കണ്ടസ്റ്റൻ്റിൻ്റെ എല്ലാ ശബ്ദം പോയി. ഗബ്രിയുടെ ശബ്ദം പോയി, ജാസ്മിൻ്റെ ശബ്ദം പോയി, എല്ലാവരുടെയും ശബ്ദം പോയി. ഗബ്രിയും ജാസ്മിനും തമ്മിൽ ലവ് ട്രാക്കാണ് എന്ന് റോക്കി പറഞ്ഞു എന്നുള്ളതാണ് ജാസ്മിൻ്റെ സങ്കടത്തിന് ആധാരം.
ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പലരും മുൻധാരണയോടെ എത്തിയവരാണ്. അവരത് പ്ലാൻ ചെയ്ത് കളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഗെയിം പാളിപ്പോകുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതെ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ ഗെയിം കളിക്കുന്നതായിരിക്കും അവിടെ ഓരോ കണ്ടസ്റ്റൻസിനും നല്ലത് എന്ന് തോന്നുന്നു. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ 6-ൻ്റെ ടാഗ് ലൈൻ പോലെ മാറ്റിപ്പിടിക്കാൻ സമയമായി എന്ന് മാത്രമേ ബിഗ് ബോസിനോട് പറയാൻ സാധിക്കൂ. ഇനിയെങ്കിലും മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ഭാവി കണ്ടു തന്നെ അറിയേണ്ടി വരും. പവർ ടീം മാറ്റാനുള്ള ചലഞ്ചിങ് ടാസ്ക്കാണ് പിന്നെ നടന്നത്. അതിൽ നെക്സ്റ്റ് ടീം, അതായത് നെക്സ്റ്റിൽ സിജോ, ശരണ്യ, സുരേഷ് മേനോൻ, ശ്രീതു, നോറ എന്നിവരാണ്. ആ ടീം വിജയിക്കുകയും അവർക്ക് പവർ ടീമിൻ്റെ അധികാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അവർക്ക് എന്തായിരിക്കും ടാസ്ക് നൽകുന്നത് എന്നറിയാൻ കാത്തിരിക്കുന്നു. അത് നാളെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പവർ ടീം മാറി ഇവർ വിജയിച്ചു എന്ന് മാത്രമുള്ള കാര്യങ്ങളാണ് വിവരം. എന്തായാലും ഈ ഫുൾ വഴക്കാണ് ബിഗ് ബോസ് മലയാളം സീസണിൽ. നേരം വെളുത്താൽ രാത്രി ഉറങ്ങുന്നത് വരെ വഴക്കും കാര്യങ്ങളും ബഹളങ്ങളുമാണ്. പക്ഷേ എന്തെങ്കിലും കാര്യമായ കാര്യത്തിനാണോ ഈ ബഹളം എന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല. ഒരു കണ്ടൻറ്റില്ലാത്ത കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബഹളം. അവർ തമ്മിൽ എന്തൊക്കെയോ വായി തോന്നിയത് പറയുന്നു. ഇതിനൊരു കടിഞ്ഞാൺ ഇട്ടില്ലെങ്കിൽ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് തന്നെ ഇത് മോശമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. വളരെ പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങിയതാണ് ഇത്തവണ പ്രേക്ഷകർ. ബിഗ് ബോസ് മലയാളം സീസൺ 6 വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കാണാൻ തുടങ്ങിയതാണ്. അതിനെ ഇത്രയും നിസ്സാരവൽക്കരിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ ബിഗ് ബോസിന് ഒരു പങ്കുണ്ട്. അതുകൊണ്ട് ടാഗ് ലൈനിൽ മാത്രം മാറ്റിപ്പിടിച്ചാൽ പോരാ, ഗെയിമിലും മാറ്റിപ്പിടിക്കണം. അവിടുത്തെ കണ്ടസ്റ്റൻസിനും മാറ്റിപ്പിടിക്കാനുള്ള അവസരങ്ങൾ നൽകുക. ഈ ആവശ്യമില്ലാതെ അവിടെ കിടന്ന് ചലയ്ക്കുന്നതിനെയൊക്കെ പിടിച്ച് പുറത്താക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെങ്കിലും മര്യാദയ്ക്ക് കളിക്കും. ഇതിപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ വെറുതെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻറ് ഉണ്ടാക്കി കളിച്ച് വൺമാൻ ഷോ കണ്ട് പ്രേക്ഷകരും തലപെരുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ബിഗ് ബോസ് ഇനി മാറ്റിപ്പിടിച്ചേ പറ്റൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ഇതിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.